പരിശുദ്ധമായ റമദാനു ഷരീഫ് നമ്മളിലേക്ക് കടന്നു വരാൻ ഇനി വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമുള്ളൂ. പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, റമദാൻ മാസം കടന്നു വരുമ്പോ നല്ല ആരോഗ്യത്തോടുകൂടെ 30 ദിവസം നോമ്പനുഷ്ഠിക്കണം, ധാരാളം ഖുർആൻ ഓതണം, അതുപോലെ തന്നെ ധാരാളം ദിക്ർ ചൊല്ലണം, തറാവീഹ് നിസ്കരിക്കണം, മറ്റുള്ള ഇബാദത്തുകളൊക്കെ ചെയ്യണം. അതിനെന്ത് വേണം? ആരോഗ്യം വേണം, നല്ല ശക്തി വേണം, മനക്കരുത്ത് വേണം. ഇൻഷാ അല്ലാഹ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മളെ ശരീരത്തിൽ ഉണ്ടാവാൻ, ഇബാദത്ത് ചെയ്യാനുള്ള മനസ്സുണ്ടാവാന്, പിശാചിന്റെ ശർറിൽ നിന്ന് രക്ഷപ്പെടാൻ, ദുരന്തങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ദുരിതങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു 3 ഇസ്മ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾക്ക് പഠിക്കാം. അതോടൊപ്പം തന്നെ റമദാൻ മാസം വരുന്നതിന്റെ മുമ്പ് തയ്യാർ ചെയ്യേണ്ട, നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും പഠിക്കാം, ചില പ്രാർത്ഥനകളും പഠിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, നിങ്ങൾ എല്ലാവരെയും നമ്മുടെ മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അള്ളാഹു നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ, നമ്മളെ കഷ്ടപ്പാടുകൾ അള്ളാഹു അകറ്റി തരട്ടെ. ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹു നിറവേറ്റി കൊടുക്കട്ടെ. എല്ലാവർക്കും റാഹത്തല്ലേ? എല്ലാവർക്കും സന്തോഷല്ലേ? എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് ഒരു 3 പ്രാവശ്യം അൽഹംദുലില്ലാ പറയൂ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ പറഞ്ഞവരൊക്കെ കമന്റിൽ ഒന്ന് എഴുതി വിടണം. കാരണം ആരൊക്കെ അൽഹംദുലില്ലാ പറഞ്ഞത് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് നമ്മളെ ചാനൽ വിശാലമായ ദിക്ർ ദുആ മജ്ലിസ് നടക്കാറുണ്ട്. കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കണം. ധാരാളം ആളുകൾക്ക് ആ മജ്ലിസ് കൊണ്ട് ശാന്തിയും സമാധാനവും ഉണ്ടാകുന്നുണ്ട്. ഒരുപാട് ആളുകളുടെ പ്രയാസങ്ങൾ മാറിയിട്ടുണ്ട്. ഒരുപാട് ആളുകളുടെ ടെൻഷൻ മാറുന്ന മജ്ലിസാണ്. നിങ്ങളും അതിൽ പങ്കെടുക്കുക. ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക. രാവിലെ 6 മണിക്ക് കൃത്യമായി പങ്കെടുക്കാൻ പ്രയാസമുള്ള ആളുകള് നിങ്ങളെ തിരക്കുകളൊക്കെ ഒഴിഞ്ഞിട്ട് വിശ്രമിക്കുന്ന സമയത്ത് ആ മജ്ലിസ് ഒന്ന് കേൾക്കണം, ആമീൻ പറയണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായ പുണ്യങ്ങളുടെ പൂക്കാലമായ റമദാനു ഷരീഫ് നമ്മളിലേക്ക് കടന്നു വരാൻ ഇനി വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമുള്ളൂ. ആ റമദാനു ഷരീഫിനെ മുത്തുമുഅ്മിനീങ്ങൾ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. റമദാൻ മാസം കടന്നു വന്നാൽ ധാരാളം ഇബാദത്തുകൾ ചെയ്യണം. റമദാൻ 30 ദിവസം നോമ്പനുഷ്ഠിക്കണം, 30 ദിവസം തറാവീഹ് നിസ്കരിക്കണം, ധാരാളം ഖത്മുകൾ തീർക്കണം, സ്വലാത്ത് ചൊല്ലണം, അതുപോലെ തന്നെ ദിക്റുകൾ ചൊല്ലണം, സുന്നത്ത് നിസ്കാരങ്ങൾ അധികരിപ്പിക്കണം. അതിനെന്ത് വേണം? നല്ല ആരോഗ്യം വേണം, നല്ല ആഫിയത്ത് വേണം, നല്ല ശക്തി വേണം, നല്ല മനക്കരുത്ത് വേണം. പിശാചിന്റെ ശർറിൽ നിന്ന് രക്ഷപ്പെടണം. അല്ലെങ്കിൽ നമ്മൾക്ക് ഇബാദത്ത് ചെയ്യാൻ കഴിയൂല, പിശാച് തടസ്സപ്പെടുത്തും. ആരോഗ്യം ഇല്ലെങ്കിൽ നോമ്പനുഷ്ഠിക്കാൻ കഴിയൂല, തറാവീഹ് നിസ്കരിക്കാൻ കഴിയൂല. അതിന് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് 3 ഇസ്മുകൾ ഞാൻ പറയാൻ പോവുകയാണ്. ആ 3 ഇസ്മ ഇന്നത്തെ ദിവസം മുതൽ പ്രിയമുള്ളവരെ നിങ്ങൾ ചൊല്ലാൻ തുടങ്ങുക. നല്ല ആരോഗ്യം ഉണ്ടാകും, നല്ല ആഫിയത്ത് ഉണ്ടാകും, മനക്കരുത്ത് ഉണ്ടാകും, നല്ല ശക്തി ഉണ്ടാകും. ദുരന്തങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും അള്ളാഹു രക്ഷ നൽകും. മാത്രമല്ല പിശാചിന്റെ ശർറിൽ നിന്ന് അള്ളാഹു നമ്മൾക്ക് കാവല് നൽകുകയാണ്. ആ ഇസ്മുകൾ നിങ്ങളുടെ ജീവിതത്തിൽ പതിവാക്കുക. അതോടൊപ്പം തന്നെ ഇനി മുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട, വീട്ടിൽ ശ്രദ്ധിക്കേണ്ട, നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും നമ്മൾക്ക് പഠിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഏതാണ് ആ 3 ഇസ്മ? എല്ലാവരും ശരിക്ക് ശ്രദ്ധിച്ചോളൂ. യാ സലാമു യാ അല്ലാഹ്, യാ ഷാഫി യാ അല്ലാഹ്, യാ ഖവിയു യാ അല്ലാഹ്. അത് കൂട്ടാണ് പറഞ്ഞ യാ സലാമു യാ ഷാഫി യാ ഖവിയു യാ അല്ലാഹ്, യാ സലാമു യാ ഷാഫി യാ ഖവിയു യാ അല്ലാഹ്, യാ സലാമു യാ ഷാഫി യാ ഖവിയു യാ അല്ലാഹ്. ഈ ഇസ്മ ഇനിയുള്ള ദിവസങ്ങളിൽ ആവർത്തിച്ചു പറഞ്ഞോ. നല്ല ആരോഗ്യം ഉണ്ടാകും, നല്ല ശക്തി ഉണ്ടാകും, മനക്കരുത്തുണ്ടാകും. ദുരന്തങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും അള്ളാന്റെ കാവലുണ്ടാകും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതോടൊപ്പം തന്നെ ഒരു പ്രാർത്ഥനയും നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ അഫ്വ വൽ ആഫിയ ഫിദ്ദുനിയാ വൽ ആഖിറ. അങ്ങനെ അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അസ്അലുക, നിന്നോട് ഞാൻ ചോദിക്കുന്നു, അൽ അഫ്വ, നിന്റെ മാപ്പിനെ, വൽ ആഫിയത, ആരോഗ്യത്തിനെയും, ഫിദ്ദുനിയാ വൽ ആഖിറ, ഈ ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹുവിന്റെ മാപ്പും ആരോഗ്യവും നമ്മൾക്ക് ആവശ്യമാണ്.
അങ്ങനെ ദുആ ചെയ്തു കഴിഞ്ഞാൽ നല്ല ആരോഗ്യത്തോടുകൂടെ നോമ്പനുഷ്ഠിക്കാൻ കഴിയും. നല്ല ആഫിയത്തും ശക്തിയും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. അപ്പൊ ഈ പ്രാർത്ഥന മറന്നു പോകരുത്. ഇനിയുള്ള ദിവസങ്ങളിലും റമദാനിലും ചൊല്ലുക, അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ അഫ്വ വൽ ആഫിയത ഫിദ്ദുനിയാ വൽ ആഖിറ. അല്ലാഹു ചൊല്ലാൻ ഭാഗ്യം നൽകട്ടെ. അതോടൊപ്പം തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ മറക്കാതെ ചെല്ലേണ്ട ഒരു പ്രാർത്ഥനയാണ്. റജബ് ആദ്യം മുതൽ നമ്മൾ ദുആ ചെയ്തല്ലോ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. ഇതാരും ഇനി മറക്കരുത്. റമളാൻ വരെ ദുആ ചെയ്യണം. എന്താണ് ഇതിന്റെ അർത്ഥം? അല്ലാഹുവേ, ഈ റജബിൽ ഞങ്ങൾക്ക് ബറക്കത്ത് ചെയ്യണേ. ശഅബാൻ, ശഅബാനിലും ബറക്കത്ത് ചെയ്യണേ. ശഅബാനിൽ ബറക്കത്ത് ചെയ്യണേ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? കിബിർ, അഹങ്കാരം, കുശുമ്പ്, കുരുട്ട്, ദേഷ്യം തുടങ്ങിയ ഹൃദയത്തിന്റെ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ കാത്തു രക്ഷിക്കണേ റബ്ബേ എന്നാണ് അതിന്റെ അർത്ഥം. അതിനാണ് ശഅബാൻ മാസം. ഇനി റമദാൻ വരാൻ വളരെ കുറഞ്ഞ ദിവസമുള്ളൂ. അപ്പൊ ഈ പ്രാർത്ഥന ആവർത്തിച്ച് പ്രാർത്ഥിച്ചാലേ നമ്മളെ ഖൽബ് നന്നാവുള്ളൂ. വബല്ലിഗ്നാ റമളാൻ, റമളാനിലേക്ക് ഞങ്ങളെ എത്തിക്കണേ എന്ന് പറഞ്ഞാൽ റമളാൻ 30 ദിവസവും ആരോഗ്യത്തോടുകൂടെ നോമ്പനുഷ്ഠിക്കാൻ, തറാവീഹ് നിസ്കരിക്കാൻ, ദിക്ർ ചൊല്ലാൻ, ഖുർആൻ ഓതാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ഇതാണ് ആ പ്രാർത്ഥനയുടെ ആകയാൽ അർത്ഥം. അപ്പൊ ഇനിയുള്ള ദിവസങ്ങളിൽ പല സമയങ്ങളിലായി ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ കാര്യം തൗബ ചെയ്യലാണ്. ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്ത പാപികളാണ് നമ്മൾ. ആ പാപക്കറ കൊണ്ട് പുണ്യങ്ങളുടെ പൂക്കാലമായ റമദാനു ഷരീഫിനെ എങ്ങനെയാണ് നമ്മൾ വരവേൽക്കുക? റമദാന്റെ പുണ്യങ്ങൾ നമുക്ക് ലഭിക്കോ? അതുകൊണ്ട് ഖൽബ് നന്നാക്കുക, തൗബ ചെയ്യുക, ചെയ്ത തെറ്റ് റബ്ബിനോട് ഏറ്റു പറയുക. അതല്ലാതെ വേറൊരു നിർവാഹമല്ല. കരഞ്ഞുകൊണ്ട് റബ്ബിനോട് പറഞ്ഞോ, തഹജ്ജുദിന്റെ സമയത്ത് എണീറ്റുകൊണ്ട് റബ്ബിനോട് പറഞ്ഞോ, ദുഹാ സമയത്ത് പറഞ്ഞോ, വിത്തറിന്റെ ശേഷം പറഞ്ഞോ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പാപങ്ങൾ പൊറുക്കണേ അല്ലാ. ധാരാളം ഇസ്തിഗ്ഫാറുകൾ ഇനിയുള്ള ദിവസങ്ങളിൽ ആവർത്തിക്കണേ പ്രിയമുള്ളവരെ. നാലാമത്തെ കാര്യം ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുക എന്നുള്ളതാണ്. നല്ല ലക്ഷ്യം വേണം. റമദാൻ വരുന്നു പോണു, റമദാൻ വരുന്നു പോണു, റമദാൻ വരുന്നു പോണു, റമദാൻ വരുന്നു ഡ്രസ് എടുക്കാൻ പോണു, നോമ്പ് തുറ നടത്തുന്നു. ഒരു ലക്ഷ്യമല്ല, അത് പറ്റൂല. റമദാൻ വരുന്നതിന്റെ മുമ്പ് തന്നെ നല്ല ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കണം. എന്ത് ലക്ഷ്യങ്ങളാണ് നമ്മൾക്ക് ഉണ്ടാകേണ്ടത്? എത്ര തവണ ഖുർആൻ ഖത്തം തീർക്കണം? മിനിമം ഒരു 2 തവണയെങ്കിലും, മിനിമം ഒരു 5 തവണയെങ്കിലും ഞാൻ ഖത്തം തീർക്കുമെന്നുള്ള ഒരു നിയ്യത്ത്, ഒരു കരുതൽ നമ്മളെ ഖൽബിൽ ഇപ്പോൾ തന്നെ ഉണ്ടാവണം. അതുപോലെ തന്നെ ഏതൊക്കെ സൽക്രമങ്ങളാണ് ഞാൻ ചെയ്യുക എന്നുള്ള ഒരു ചിന്ത നമ്മളെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാകണം. തറാവീഹ് നിസ്കരിക്കണം, തസ്ബീഹ് നിസ്കരിക്കണം, ളുഹ നിസ്കരിക്കണം, കൃത്യമായി തഹജ്ജുദ് ഖളാ ആകാതെ നിസ്കരിക്കണം. ഇങ്ങനെയുള്ള ലക്ഷ്യങ്ങൾ നമ്മളെ ഖൽബിൽ ഉണ്ടാകണം. ഇപ്പോൾ തന്നെ നമ്മൾ ചിന്തിച്ചു തുടങ്ങുക. റമദാനാ വരുന്നത്, പിന്നെ ചിന്തിക്കാൻ സമയമല്ല, ഇബാദത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള നല്ല നല്ല ചിന്തകൾ, ലക്ഷ്യങ്ങൾ നമ്മളെ ഖൽബിൽ ഇപ്പോൾ തന്നെ ഉണ്ടാവുക. അതുപോലെ ധാരാളം സന്തോഷിക്കുക. റമദാൻ വരുമ്പോ സന്തോഷിക്കണം. ഇനി ആകെ 5, 6, 7 ദിവസമുള്ളൂ റമദാൻ കടന്നു വരാൻ. അപ്പൊ ഇപ്പോൾ തന്നെ സന്തോഷിച്ചു തുടങ്ങുക. മുത്തുനബി പറഞ്ഞല്ലോ, മൻ ഫരിഹ ബിദുഖൂലി റമളാന ഹറമല്ലാഹു ജസദഹു മിനന്നാർ. ഒരാള് റമദാൻ മാസം കടന്നു വരുമ്പോ സന്തോഷിച്ചു കഴിഞ്ഞാൽ അവന്റെ ശരീരത്തിനെ നരകത്തിനെ തൊട്ട് അള്ളാഹു കാക്കുമെന്നാ പറയുന്നത്. അതുകൊണ്ട് സന്തോഷിക്കുക, ധാരാളം സന്തോഷിക്കുക. അതുപോലെ ക്ഷമ നമ്മളെ ജീവിതത്തിൽ ഇപ്പോൾ തന്നെ കൈവരിക്കുക. ക്ഷമിക്കാനുള്ള ഒരു കരുത്ത് ഇപ്പോൾ തന്നെ നമ്മൾ തുടങ്ങണം. റമദാൻ വരെയാണ്, തെറ്റിലേക്ക് പോകാൻ പറ്റൂല, ഗീബത്ത് പറയാൻ പറ്റൂല, ഹറാമായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂല, പകല് ഭാര്യയുമായി ബന്ധപ്പെടാൻ പറ്റൂല. ഇപ്പോൾ തന്നെ ക്ഷമ നമ്മൾ പഠിക്കുക, ക്ഷമിക്കാൻ പഠിക്കുക. റമദാനാ വരുന്നത്, ക്ഷമയുടെ മാസമാണ് പരിശുദ്ധമായ റമദാനു ശരീഫ്. ശഹ്റു സ്വബ്ർ, ക്ഷമയുടെ മാസമാണെന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ക്ഷമിക്കാൻ പഠിക്കുക. അതുപോലെ തന്നെ ഭക്ഷണത്തിൽ ക്രമീകരണങ്ങൾ നടത്തുക. റമദാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ പട്ടിണി കിടക്കാണ്. ഇപ്പോൾ തന്നെ ഭക്ഷണത്തിൽ ചില നിയന്ത്രണങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവരണം. എന്നാലേ റമദാൻ മാസം വരുമ്പോഴേക്ക് നമ്മൾക്ക് കൃത്യമായി നല്ല ആരോഗ്യത്തോടുകൂടെ നോമ്പനുഷ്ഠിക്കാൻ കഴിയുള്ളൂ. പ്രിയമുള്ളവരെ, നോമ്പനുഷ്ഠിക്കാൻ കഴിയുന്ന ആളുകൾ നോമ്പനുഷ്ഠിച്ചു തുടങ്ങുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പല ആളുകളും റജബ് 1 മുതൽ നോമ്പനുഷ്ഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. അള്ളാഹു ഇനിയും അവർക്ക് നോമ്പനുഷ്ഠിക്കാനും റമദാൻ മുഴുവനായി നോമ്പനുഷ്ഠിക്കാനുള്ള 96 നോമ്പും അനുഷ്ഠിക്കാനുള്ള തൗഫീഖും ആരോഗ്യം നൽകട്ടെ. അപ്പൊ ഭക്ഷണത്തിൽ ക്രമീകരണങ്ങൾ ഉണ്ടാകുക. 9ാമത്തെ കാര്യം ഉറക്കം ക്രമീകരിക്കുക എന്നുള്ളതാണ്. പല ആളുകളും നോമ്പ് ഉറങ്ങിക്കഴിക്കാറുണ്ട്. പകല് മുഴുവനും ഉറങ്ങുക, രാത്രി മുഴുവനും ഭക്ഷണം കഴിക്കുക. അറബി രാഷ്ട്രങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ടെന്ന് പല ആളുകളും പറയുന്നത് കേട്ടിട്ടുണ്ട്. രാത്രി ഇങ്ങനെ കറങ്ങി നടക്കുക, പകല് മുഴുവനും ഉറങ്ങുക. അപ്പൊ ഇബാദത്തും ഒന്നും വേണ്ട,
നിസ്കരിക്കൊന്നും വേണ്ട, ഖുർആനൊന്നും വേണ്ട. അപ്പൊ എന്ത് ചെയ്യണം? ഉറക്കത്തിനെ ക്രമീകരിക്കുക. ഉറങ്ങല്ല പ്രിയമുള്ളവരെ. റമദാൻ ഉറക്കത്തിന്റെ മാസമല്ലല്ലോ, ഉറക്കം ഒഴിക്കേണ്ട മാസമാണ്. തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി ഒന്ന് ഉറങ്ങാന്നല്ലാതെ എപ്പോഴും ഉറങ്ങുക, പകലും ഉറങ്ങുക, ഒരു ഖുർആൻ ഓതുന്നില്ല, ഒരു പേജ് ഓതുന്നില്ല, ഒരു ദിക്റും ചൊല്ലുന്നില്ലെങ്കിൽ പിന്നെ എന്താണ് നമ്മളെ റമദാൻ കൊണ്ട് നമുക്ക് ലഭിക്കുക? അതുകൊണ്ട് ഉറക്കത്തിനെ ഇപ്പോൾ തന്നെ ക്രമീകരിക്കാൻ ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. 10ാമത്തെ കാര്യം ദാനം ചെയ്യാൻ ശീലിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ ദാനം ചെയ്തു തുടങ്ങുക. റമദാൻ കടന്നു വരികയാണ്. ആ സന്തോഷത്തിന്റെ പേരിൽ പാവപ്പെട്ടവരെ സഹായിക്കുക, പാവപ്പെട്ടവർക്ക് റിലീഫ് നടത്തുക, റമദാൻ കിറ്റ് കൊടുക്കുക, അരി കൊടുക്കുക, നോമ്പ് തുറക്കാനുള്ള ഭക്ഷണങ്ങളൊക്കെ ഇപ്പോൾ തന്നെ കൊടുക്കാൻ തുടങ്ങുക. അത് വല്ലാത്ത സന്തോഷമായിരിക്കും. നമ്മളെ നോമ്പ് തുറക്കാൻ കൊടുത്ത ഒരു കാരക്ക കൊണ്ട് ഒരാൾ നോമ്പനുഷ്ഠിച്ചാൽ, ഒരാൾ നോമ്പ് തുറന്നാൽ അവൻ നോമ്പനുഷ്ഠിച്ചതുപോലത്തെ പ്രതിഫലം അള്ളാഹു നമ്മൾക്ക് നൽകുകയാണ്. റമദാൻ റിലീഫ് നടത്തുക, കൊടുക്കാൻ കഴിയുന്ന ആളുകൾ പാവപ്പെട്ടവരെ സഹായിക്കുക. എല്ലാരോടും അല്ല പറഞ്ഞത്, നമ്മൾക്ക് കഴിയുമെങ്കിൽ പാവപ്പെട്ടവരെ സഹായിക്കുക. ഒരു കിറ്റ് വാങ്ങിക്കൊടുക്കുക. അരിയും മറ്റുള്ള സാധനങ്ങളും പൊടിയും കാരക്കയും ഈത്തപ്പഴമൊക്കെ വാങ്ങിക്കൊടുത്ത് പാവപ്പെട്ടവരെ സഹായിച്ചാൽ വലിയ പുണ്യാണ്. അതുപോലെ തന്നെ റമദാൻ മാസത്തിൽ സ്വതക്ക ചെയ്യാൻ കുറച്ച് ക്യാഷ് തയ്യാറാക്കി വെക്കുക. റമദാൻ മാസമാകുന്ന സമയത്ത് പല ആളുകൾ നമ്മളെ വീട്ടിലേക്ക് വരും. യതീമക്കളെ സഹായിക്കാൻ, രോഗികളെ സഹായിക്കാൻ, വിവാഹത്തിന് വേണ്ടിയിട്ട്, വീട് വെക്കാൻ വേണ്ടിയിട്ട് പല പാവപ്പെട്ട ആളുകളും വരും. അവരൊന്നും വെറും കൈയോടെ തിരിച്ചയക്കരുത്. അവരെ സഹായിക്കുക, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ക്യാഷ് കൊണ്ടാണെങ്കിൽ അങ്ങനെ, വസ്ത്രം കൊണ്ടാണെങ്കിൽ അങ്ങനെ. ഭക്ഷണം കൊടുക്കരുത് കേട്ടോ. അതാ മുസ്ലിമീങ്ങളാണെങ്കിൽ ആ സമയത്ത് ഭക്ഷണം കൊടുക്കരുത്, അത് ഹറാമാണ്. റമദാൻ പകലില് ഭക്ഷണം കൊടുക്കണ്ട, ക്യാഷ് കൊണ്ട് സഹായിക്കുക. അതുപോലെ തന്നെ വസ്ത്രം കൊണ്ട് സഹായിക്കുക. വേറെ ഏതെങ്കിലും രൂപത്തിൽ സഹായിക്കാൻ പറ്റുകയാണെങ്കിൽ ആ രൂപത്തിൽ സഹായിക്കുക. വീട് വെച്ചു കൊടുക്കുക. അതുപോലെ തന്നെ പാവപ്പെട്ട കുട്ടികളെ കെട്ടിക്കാനുണ്ടെങ്കിൽ അവർക്ക് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിക്കൊടുക്കുക. ഇങ്ങനത്തെ പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യുകയും റമദാനിൽ സ്വതക്ക ചെയ്യാൻ പ്രത്യേകം ക്യാഷ് മാറ്റിവെക്കുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, മുമ്പത്തെ ക്ലാസ്സിൽ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, പെരുന്നാക്കിലെ ഡ്രസ്സുകളൊക്കെ ഇപ്പോൾ തന്നെ വാങ്ങി വെക്കുക. പല ഉമ്മമാരും അവസാനത്തെ 10ലാണ് ഡ്രസ്സ് വാങ്ങാൻ പോവുക. അവസാനത്തെ 10 ഷോപ്പിങ്ങിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന പല ആളുകളുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, റമദാനിലെ അവസാനത്തെ 10ലാണ് കൂടുതൽ പുണ്യങ്ങൾ ലഭിക്കുന്നത്, കൂടുതൽ ശ്രേഷ്ഠത ഉള്ളത്. ആ സമയത്ത് പകലിലും ഷോപ്പിങ്ങിന് പോവുക, രാത്രിയായാലും ഷോപ്പിങ്ങിന് പോവുക. തറാവിയില്ല, ഖുർആനില്ല, പ്രാർത്ഥനയില്ല. അത്തരം സ്വഭാവം നമ്മൾ മാറ്റിവെച്ചിട്ട് റമദാനിക്കുള്ള, പെരുന്നാക്കുള്ള ഡ്രസ്സുകൾ ഇപ്പോൾ തന്നെ വാങ്ങിവെക്കാൻ ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. റമദാൻ ഒരു ഷോപ്പിങ്ങിന്റെ മാസമായി ആരും മനസ്സിലാക്കണ്ട. അത് ഇബാദത്തിന്റെ മാസമാണ്, അത് ദിക്റിന്റെ മാസമാണ്, അത് ഖുർആനിന്റെ മാസമാണ്, അത് സ്വലാത്ത് ചൊല്ലേണ്ട മാസമാണ്. അള്ളാഹു ചൊല്ലാല ഭാഗ്യം നൽകട്ടെ. വീട് എപ്പോഴും വൃത്തി ഉണ്ടായിരിക്കുക. അതൊക്കെ നനച്ചുള്ളി കഴിഞ്ഞിക്കണു ഉസ്താദേ. ബറാത്തിന്റെ മുമ്പ് ഞങ്ങളെ നനച്ചുള്ളി കഴിഞ്ഞിക്കണു, നോമ്പിന്റെ മുമ്പ് ഞങ്ങളെ നനച്ചുള്ളി കഴിഞ്ഞിട്ടുണ്ട്, ഇനി എന്ത് വൃത്തിയാക്കല എന്ന് ചോദിക്കണ്ട. റമദാൻ മുഴുവനും എന്നല്ല, എല്ലാ സമയത്തും നമ്മളെ വീട് വൃത്തി ഉണ്ടാകണം. പ്രത്യേകിച്ച് റമദാനിലൊക്കെ റഹ്മത്തിന്റെ മലക്കുകൾ നമ്മളെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ വീട്ടിൽ മുഴുവനും നജസാണ്, വീട്ടിൽ ഒരു വൃത്തിയില്ല, വൃത്തിഹീനമായി കിടക്കുകയാണെങ്കിൽ ആ റഹ്മത്തിന്റെ മലക്കുകൾ നമ്മളെ മൈൻഡ് ചെയ്യൂല, നമ്മളെ വീട് മൈൻഡ് ചെയ്യൂല, നമ്മളെ കുടുംബക്കാരെ മൈൻഡ് ചെയ്യൂല. അതുകൊണ്ട് വീടും പരിസരവും എപ്പോഴും വൃത്തി ഉണ്ടായിരിക്കണം. പ്രത്യേകിച്ച് നിസ്കരിക്കുന്ന സ്ഥലമൊക്കെ നല്ല വൃത്തി ഉണ്ടായിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഖുർആൻ ഓതാൻ പ്രത്യേക സ്ഥലം തയ്യാറാക്കുക, നിസ്കാര ഡ്രസ്സുകളൊക്കെ ശരിക്ക് വൃത്തിയാക്കുക എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവേ, റമദാൻ മാസം കടന്നു വരുമ്പോ ആഫിയത്തുള്ള ദീർഘായുസ്സോടുകൂടെ ജീവിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. റമദാൻ 30ഉം അനുഷ്ഠിക്കാൻ, നോമ്പനുഷ്ഠിക്കാൻ, ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ആരോഗ്യം നൽകണേ റബ്ബേ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.